അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് പഴുത്ത ഏത്തപ്പഴം, അതായത് നല്ല തൊലിയൊക്കെ നല്ല കറുത്ത് കരിമാക്കാനെ പോലെ ഇരിക്കുന്ന ഏത്തപ്പഴം വേണം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പൊ ഇതുപോലത്തെ ഏത്തപ്പഴം, പിന്നെ ഒരു പിടി അവല്, നമ്മുടെ നാടൻ അവല്, മറ്റേ ചുവന്ന അവലാണെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോ നമ്മള് വെള്ളം എടുത്തിരിക്കും. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു അടിപൊളി ഒരു പലഹാരമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതും വളരെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഈ ചീനച്ചട്ടി ഒന്ന് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് ഈ അവലൊന്ന് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി. നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ തന്നെയാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഡ്രൈ റോസ്റ്റ് ആണ് ചെയ്യുന്നത്, അല്ലാതെ എണ്ണയൊന്നും ഒഴിക്കണ്ട. ഇത് എത്രയും ഹെൽത്തി ആക്കി എടുക്കാവോ അത്രയും ഹെൽത്തി ആക്കി എടുക്കുക. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ നമ്മള് ഇവിടെ ഒരു 2 കപ്പോളം അല്ലെങ്കിൽ 1.5 കപ്പ് 1.5 കപ്പിന് മതി. കാര്യം പല മറ്റേ ചുവന്നവരൊക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പോൾ വ്യത്യാസം കാണും ഇതിന്റെ ഈ വലിപ്പത്തിലൊക്കെ. പിന്നെ നമ്മൾ എടുക്കുന്ന ഏത്തപ്പഴത്തിന്റെ വലുപ്പമൊക്കെ അനുസരിച്ചിട്ട് 1.5 കപ്പോ അല്ലെങ്കിൽ 2 കപ്പോ അവല് എടുക്കുക. മതി. അപ്പൊ നമ്മുടെ ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അവലൊക്കെ റോസ്റ്റ് ഇളക്കി റോസ്റ്റ് ചെയ്യണം. അതെ, കരിഞ്ഞു പോകരുത്, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പൊ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, അതാണ് നമ്മുടെ പരിപാടി. അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുക്കുക സംഭവം. ഒരു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് നമുക്ക് അതെ, ഒരുപാട് തീയൊക്കെ കൂട്ടി വെക്കരുത്. അപ്പൊ നമ്മളിതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാണാതെ നമ്മുടെ അവലുണ്ടല്ലോ നന്നായിട്ട് ഇതേ ഒരു ഗോൾഡൻ കളറില്, ചെറിയ ഗോൾഡൻ കളറൊക്കെ ആയിട്ട് നല്ല ടപ്പട്ടപ്പ എന്നത് പൊട്ടുന്ന രീതിയിൽ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം ഒരു 7 മിനിറ്റെങ്കിലും നമ്മൾ വളരെ തീ കുറച്ച് വെച്ചാണ് ചെയ്യുന്നത്. കരിഞ്ഞു. അപ്പൊ നമുക്ക് തീ അങ്ങ് നിർത്താം. എന്നിട്ട് നമുക്ക് ഇതിനെ തണുക്കണം. നമുക്കിത് ഈ പാത്രത്തിലോട്ട് തന്നെ നമുക്കിത് കോരി മാറ്റാം. അപ്പൊ ചിലപ്പോ ഉണ്ടല്ലോ നമ്മൾ ഇതിന്റെ അത് ഇച്ചിരി പൊടികളൊക്കെ കാണും. അപ്പൊ അതൊക്കെ നെല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിക്കണം. അതൊക്കെ ഒന്ന് നോക്കി എല്ലാം റെഡിയാക്കണം. അപ്പൊ ഇത് പരുവ നോക്കുന്നത് ഇങ്ങനെ ഞെരടി നോക്കുമ്പോ നന്നായിട്ട് പൊടിഞ്ഞിങ്ങനെ വരണം. കറുമുറാന്ന് പൊടിഞ്ഞു വരണം. അത്രയുള്ള സംഭവം. അപ്പൊ ഓരോ അവലിന്റെ സമയം എടുക്കുന്ന ഇത് വ്യത്യാസങ്ങള്. അവലുണ്ടല്ലോ അത്യാവശ്യം ഇച്ചിരി കട്ടിയുള്ള സാധനമാണ്. അപ്പൊ അതുണ്ടല്ലോ ഇന്ന് നമ്മുടെ സാധാരണ ചുമന്ന അവലാകുന്നതിനേക്കാളും ഇച്ചിരി ഒരു താമസം. അതെ, ചില അവലുണ്ട് വളരെ നൈസായിട്ടുള്ളത്. അത് വെളുത്തതും കിട്ടും, ചുമന്നതും കിട്ടും. വളരെ ഇവിടെ ഈ വെള്ള അവലാണ് കൂടുതലായിട്ടും കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ വെളുത്ത അവലെടുത്തത്. മറ്റേ ചുമന്ന ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇനി ഇതൊന്ന് നന്നായിട്ട് തണുക്കണം. അപ്പൊ അത് തണുക്കാനായിട്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പൊ അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പൊ നമുക്ക് ഈ ചീനച്ചട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ. നമ്മുടെ അവല് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെച്ചത്. അപ്പോൾ നമ്മളിത് ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തോട്ട് നമുക്കിത് ഇത് നമ്മുടെ ശർക്കരയാണ്. ഇത് നമ്മുടെ എന്താ പറയുന്ന മറ്റേ കറുത്ത ശർക്കരയല്ല, ഇത് വെളുത്തതാണ്. അപ്പോൾ കറുത്താണെങ്കിലും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് പാനിയാക്കി എടുക്കണം. അതാണ് ഇത് നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര. അതെ, ഇതിനല്പം മധുരമൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മളാണ് ഈ ശർക്കര എടുത്തിരിക്കുന്നത്. അപ്പം വെള്ളം നന്നായിട്ട് അങ്ങ് ചൂടായതുകൊണ്ട് കൈ ചെറുതായിട്ടൊന്ന് പൊള്ളിയായിരുന്നു. അത് ഇതിൻ്റെ അകത്തുള്ളതാണ്, പ്രശ്നമല്ല. പിന്നെ നമുക്കിതൊന്ന് നന്നായിട്ട് പാനിയാക്കി എടുക്കുക. അപ്പൊ നമ്മുടെ ശർക്കര പാനിയായിട്ട് വരുന്ന ആ സമയത്തുണ്ടല്ലോ നമ്മുടെ ഏത്തപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് നല്ല പഴുത്തിരിക്കുക ഏത്തപ്പഴം. നന്നായിട്ട് പഴുക്കണം കേട്ടോ, എന്നാലേ ഉണ്ടല്ലോ അതിന്റെ ആ ഒരു എന്താ പറയുന്ന സുഖം വരുന്നുള്ളൂ. അതെ, അതിന്റെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് വരുന്നത്. പിന്നെ ഈ നല്ല പഴുത്ത ഏത്തപ്പഴം ഉണ്ടല്ലോ വളരെ ഹെൽത്തിയും കൂടിയാണ്. അപ്പൊ അത് കാരണം അതൊന്ന് നല്ലതായിട്ട് കൂടുതലും കുഞ്ഞുങ്ങളൊക്കെ അതിന് കഴിക്കാതിരിക്കും. അപ്പൊ നമുക്ക് ഇത് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു കുരു പോലെ ഇല്ലേ, അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ നീക്കാം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതെല്ലാം അതങ്ങ് മാറ്റിയേക്കാം. നമ്മുടെ ശർക്കര നമ്മുടെ പാനിയായി വരുന്നുണ്ട്. ഇതിന് വലിയ കളറൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ മറ്റേ സാധാ ശർക്കര നമ്മൾ പാനിയാക്കുമ്പോൾ നല്ലൊരു കളറല്ലേ. ഇത് ഇവിടെ കിട്ടുന്ന ശർക്കരക്ക് ഇച്ചിരി കളർ, ഇതിന് ഭയങ്കര മധുരമായി. ഇവിടുത്തെ കണ്ടല്ലോ വെളുത്ത ശർക്കരയാണ് താല്പര്യം. ശർക്കര എത്രയും വെളുക്കുന്നു അത്രയും ശർക്കര പാനിയായിട്ടുണ്ട്. ഇതും നമുക്കൊന്ന് തണുക്കണം. നമ്മളവിടെ ചെന്ന് കറുത്ത ശർക്കര ചോദിക്കുമ്പോൾ അവര് ചോദിക്കും ഇതെന്തിനാ കറുത്ത ശർക്കരയാണ്. അപ്പൊ ഇതൊന്ന് തണുത്തിട്ടുണ്ടല്ലോ, ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഏത്തപ്പഴത്തിന്റെ അകത്ത് കുരുവൊക്കെ മാറ്റിയതിന് ശേഷം നമുക്കിനി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. ഇത് രണ്ടും കൂടെ നമുക്ക് ഒരുമിച്ച് നടക്കും. കാരണം ശർക്കര പാനിയാവുന്ന നേരം കൊണ്ട് ഇത് മുറിച്ചെടുക്കാനും പറ്റും. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അവല് തണുത്തിരിക്കും. അപ്പൊ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു വിഭവം റെഡിയാക്കി എടുക്കാം. ഇതൊന്ന് മുറിക്കട്ടെ, ഇതൊന്ന് തണുത്തോട്ടെ കേട്ടോ. നമ്മൾ
നമ്മളിത് ഏത്തക്കാണല്ലോ, ഇത് ചെറിയ കുനുകുനാന്ന് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് സംഭവം. അപ്പോൾ അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇന്ന രീതിയിൽ അപ്പോൾ നമ്മൾ ചീനച്ചട്ടി ഇത് ഇവിടെ റെഡിയാക്കി ചൂടായിട്ട് നമ്മൾ ആ ശർക്കര പാനി നമ്മൾ അരിച്ച് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് സംഭവം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒരു ശകലം തേങ്ങ ഏകദേശം ഒരു അരക്കപ്പേ ഉള്ളൂ സംഭവം. അപ്പോൾ അത് നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കണം. ചെറിയ അത് തന്നെ ആ സാധനം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്കിത് ഇളക്കി ആ തേങ്ങയുടെ ഒരു എന്താ പറയുന്ന ഒരു പച്ചപ്പൊക്കെ ഉണ്ടല്ലോ അത് മാറണം. അപ്പം അതിന് വേണ്ടി ഇങ്ങനെ നിർത്താതെ ഇളക്കി കൊടുക്കണം സംഭവം. അപ്പം ആ സമയത്ത് ചെയ്യേണ്ട വേറെ സംഭവമുണ്ട്. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച നമ്മുടെ അവലില്ലേ, ഈ അവല് നമുക്ക് പൊടിക്കുന്ന മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഭസ്മം പോലെ പൊടിഞ്ഞു പോരുത്. ഇച്ചിരി തരിതരിപ്പ് വേണം. അപ്പം ആ രീതിയിൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം അതാണ് ഇപ്പം നമ്മുടെ അടുത്ത പരിപാടി. അപ്പം ആ സമയത്ത് ഇത് റെഡിയാവും. നമ്മുടെ ശർക്കരയും തേങ്ങയും ഇത് നല്ല ഒത്തിരി അങ്ങ് പറ്റിപ്പോവരുത്. ആ ഒരു പരുവത്തില് വേണം നമുക്ക് ഇനി അടുത്ത സാധനം ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മള് മുറിച്ച് വെച്ചിരിക്കുന്ന പഴമില്ലേ ഏതൊക്കെ, അപ്പൊ നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നന്നായിട്ട് അങ്ങ് ഉടച്ച് യോജിപ്പിക്കണം. ഏത്തപ്പഴം അത്യാവശ്യം ഇതിന്റെ ഈ നമ്മുടെ ഇതിന്റെ ചൂട് കൊണ്ടൊന്ന് വെന്ത് ഉടഞ്ഞ് നിൽക്കണം. അപ്പൊ ഇത് ഉടയുന്ന പരുവം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വേണം ഒന്ന് മിക്സിയിൽ അപ്പൊ ഈ നേരത്ത് നമുക്കൊരു ശകലം നമ്മുടെ ഏലക്കപ്പൊടി അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോ ഇത് നന്നായിട്ട് ഇങ്ങനെ ഈ തവി വെച്ചിട്ട് ഉടഞ്ഞിരിക്കും. അത് നമ്മൾ ആ വേകുന്നതിനനുസരിച്ച് അത് നന്നായിട്ട് ഉടഞ്ഞു വരും. മിക്സിയിൽ ഉടച്ചു കഴിഞ്ഞാൽ അതിന്റെ മുഴുവൻ ഒത്തിരി പൾപ്പായി ഒരുപാട് നമുക്ക് അങ്ങ് ഇതാകണ്ട. നമുക്കൊരു എന്താ പറയുന്ന ഒരു സ്പൂണൊക്കെ വെച്ച് ഉടയ്ക്കുമ്പോൾ പേസ്റ്റ് പോലെ ആകെ കിട്ടിയ. അപ്പൊ അതൊന്ന് ആകാനായിട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് മതി. അപ്പൊ ആ സമയം കൊണ്ട് അത് ആയി കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു പീസായിട്ട് നമ്മൾ മുറിച്ചെടുത്തതിന്റെ കാര്യം അതാണ്. ഇനിയിപ്പോ അങ്ങനെ ഇതാകത്തില്ല, നമ്മുടെ കൈവച്ചൊന്ന് ചേർത്തെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊന്ന് റെഡിയായി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം 2-3 മിനിറ്റ്. ഇതാകുമ്പോ ചെറുതായിട്ട് കടിക്കാനും കിട്ടും, എന്നാല് അത് ഒത്തിരി വലിയ പീസുകളും ആക്കിയിട്ടില്ല. നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് വരുന്നുണ്ട് സംഭവം. ശരിക്കും വെന്തിട്ടില്ല, വെന്ത് വരുന്നേ ഉള്ളൂ. അപ്പൊ ആ നേരത്തെ നമുക്ക് ഒരു പരിപാടി ഉണ്ട്. നമുക്ക് ഇതിന്റെ ഈ മധുരം ഒന്ന് നമുക്ക് ബാലൻസ് ചെയ്യണം കേട്ടോ. അപ്പൊ അതിന് വേണ്ടി ഒരു നുള്ളുപ്പ് മത്ത് പിടിപ്പിക്കുന്ന മധുരം ഉണ്ടല്ലോ, ആ മധുരം ഒന്ന് മാറാൻ വേണ്ടിയാണ്. അതൊന്ന് ബാലൻസ് ചെയ്തിരിക്കണം, അത്രയുള്ള സംഭവം. അപ്പൊ ഇത് ഈ വേകുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ നമ്മുടെ ഇതുണ്ടല്ലോ തവി ഞെക്കി കൊടുത്താൽ മതി. അപ്പൊ നന്നായിട്ട് ഇത് ഉടഞ്ഞു വരും. ഒരുപാട് ഉടഞ്ഞു പോകണമെന്നൊന്നുമില്ല, ഒരു മീഡിയം രീതിയിൽ ഉടഞ്ഞു വരും. നമ്മുടെ ഈ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വേഗണം അത്രയുള്ള സംഭവം. അപ്പൊ അതിന് 2 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്താൽ അത് വെന്ത് കിട്ടും. അപ്പൊ അത് വേഗട്ടെ, വേഗം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പൊ നമ്മുടെ പഴത്തിന്റെ കൂട്ട് നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ഉടച്ചെടുത്ത് വെച്ചാൽ മതിയേ. അപ്പൊ ഇത് നമ്മൾ നേരത്തെ നമ്മുടെ വറുത്ത അവല് പൊടിച്ചെടുത്ത സംഭവമാണ്. അപ്പൊ ഈ ഒരു ഇതുണ്ട്, ഒരു തരിതരാന്നുള്ള രീതിയിൽ നമ്മൾ പൊടിച്ചെടുത്താൽ മതി. അതെ. അപ്പൊ ഇനി ഈ പൊടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് മുഴുവൻ നമ്മൾ ചേർക്കുന്നില്ല. അപ്പൊ ഇത് ചേർക്കുമ്പോൾ പയ്യെ ഇളക്കി കൂടെ കൊടുക്കണം കേട്ടോ. അപ്പൊ ആ ഒരു നമ്മുടെ ഈ വെള്ളം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്ന രീതിയിൽ വേണം. അതെ, നന്നായിട്ട് ഇളക്കി കൊടുക്കണം സംഭവം. അപ്പം തീയൊന്നും തീരെ അങ്ങ് കുറച്ചേക്കണം, അല്ല ചിലപ്പോൾ സാധ്യതയുണ്ട്. പൊടി ഇങ്ങനെ നമ്മൾ പതുക്കെ ഇട്ട് ഇളക്കി നന്നായിട്ട് യോജിപ്പിക്കണം സംഭവം. ഇത് നല്ല കട്ടിയായിട്ട് വരും. ശകലം നമുക്ക് പൊടി മിച്ചം വെച്ചേക്കണം. നമുക്ക് അവസാനം ചെറിയൊരു കലാപരിപാടിയുണ്ട്. അപ്പം അതിനധികം വേണ്ട, കുറച്ച് മതി. ഇത് ഇത്ര മതി അല്ലേ? ഒരു പിടി മതി. വെച്ചുകൂടെ നമുക്ക് ഇട്ട് കൊടുത്തേക്കാം. ഇത്ര മതി. നമുക്കത് മാറ്റിയുടെ വെക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കണം. അപ്പൊ നമ്മളുണ്ടല്ലോ ഒരു മീഡിയം രീതിയിൽ അത് കുഴഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യൊക്കെ നല്ല കട്ടയാണ്. ഇപ്പൊ ഈ തണുപ്പുണ്ടല്ലോ അങ്ങോട്ട് മാറിയിട്ടില്ല ശരിക്കും, അത് കാരണം ഇതൊക്കെ കട്ടയായിരിക്കും. അപ്പം നെയ്യ് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. ഒരുപാട് ചേർക്കണമെന്നൊന്നുമില്ല, ഒരു ടീസ്പൂണോ ടേബിൾ സ്പൂണോ ഒക്കെ മതി. ഇത് 20 രൂപയുടെ ഒരു പാക്കറ്റ്. അതാകുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ ചീത്തയായി പോകത്തുമില്ല, നമ്മുടെ കാര്യങ്ങൾ. അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് തണുക്കാൻ വെക്കണം. അപ്പൊ നമ്മൾ നെയ്യൊക്കെ ചേർത്തത് സംഭവം കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുണ്ടല്ലോ നമ്മൾ തവി വെച്ച് കുഴയ്ക്കുമ്പോഴത്തേക്ക് അതിനൊരു പരിമിതിയുണ്ട്.
അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം. അപ്പോൾ ആ തണുത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്കിത് നന്നായിട്ട് കൈവച്ച് തന്നെ നമുക്കൊന്ന് ഒന്നുകൂടെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. സ്റ്റവ് ഒക്കെ നിർത്തിയേ, സ്റ്റൗവിൽ അധികമെല്ലാം ഓഫ് ചെയ്തു. അപ്പോൾ ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് നമുക്ക് തന്നെ മാറ്റി വെക്കാം. അപ്പൊ ഈ ഇതിന്റെ മണമുണ്ടല്ലോ, ഭയങ്കര അടിപൊളി മണമാണ്. അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആൾക്കാർ എത്തി നോക്കും, അതുപോലത്തെ മണമാണ്. പിന്നെ ഈ നേരത്ത് ഇതിൻ്റെ അകത്ത് നമുക്ക് ചേർക്കാനായിട്ട് അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചേർക്കാം. കപ്പലണ്ടിയോ ഒക്കെ ചേർക്കാം. അതിനകത്ത് കുഴപ്പമില്ല. ഈ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് സാധനം. ഇപ്പൊ നമ്മള് ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒന്നും ചേർക്കുന്നില്ല, പ്ലെയിൻ ആണ്. അതെ, ചില സമയങ്ങളിലേ നമ്മുടെ ഇങ്ങനെയുള്ള സാധനമൊന്നും കാണത്തൊന്നുമില്ല. ചിലപ്പോ കാണത്തില്ലെന്നേ, എല്ലാ വീട്ടിലും ഉള്ള നമ്മളെ ഈ മിക്ക വീടുകളിലും ചെന്ന് നോക്കാമെങ്കിൽ പല പല സാധനങ്ങളും ഇല്ല, ചില ദിവസങ്ങളിൽ കാണത്തില്ല. അതൊക്കെ നമ്മുടെ രീതിയാണ്. അതൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു രസം. ഇത് ക്യാമറമാന് ചെറിയ പനിയുണ്ട്, അതുകൊണ്ട് ചെറിയ ചുമയൊക്കെ ഇതൊന്നും നേരത്തെ ഇട്ട് കഴിഞ്ഞാല് ഇതൊന്ന് തണുക്കട്ടെ. അപ്പൊ നമ്മുടെ സംഭവം ഉണ്ടല്ലോ തണുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പിടിക്കാൻ പറ്റുന്ന ഒരു പരുവത്തില് തണുത്തിട്ടുണ്ട്, ആ രീതിയിലാക്കിയിട്ടുണ്ട് നമ്മള്. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മള് കുറച്ച് പൊടി മിച്ചം എടുത്തു വെച്ചായിരുന്നു. അപ്പൊ എന്ത്, ഇത് നമ്മുടെ കറുത്ത എള്ളാണ്. അപ്പൊ ഈ പൊടി നമ്മൾ ഇതിനകത്തോട്ടങ്ങ് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നമുക്കൊന്ന് രണ്ടും കൂടെ ഇളക്കിയെടുക്കാം. ഇതിങ്ങനെ ഇങ്ങനെ വെച്ചാൽ മതി, അപ്പൊ തന്നെ അത് ഇളകിക്കും. അപ്പൊ അങ്ങനെ ഇളക്കിയെടുക്കുക സംഭവം. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഈ പൊടിയില്ലേ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കാവേ. നമ്മൾ എടുത്ത എല്ലാ സാധനവും കൂടെ നല്ലതായിട്ടൊന്ന് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ചെടുക്കുന്നത്. നല്ല നല്ല എന്താ പറയുക, അതിന്റെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് സാധനം. അപ്പൊ ഇനി നമുക്ക് കയ്യിലോട്ട് സ്വല്പം നെയ്യ് തന്നെ ചേർക്കാവേ, തേച്ചിട്ട്. ഇത് ഓൾറെഡി നമ്മളിത് എന്താ പറയുക, ഇളക്കുമ്പോഴത്തേനും നെയ്യൊക്കെ വരും. പിന്നെ ഒരു ശക്കല്ല നമ്മുടെ ഒരു പേരിന് മതി. എന്നിട്ട് അതൊന്ന് കയ്യിലോട്ട് തിരുമി ഒന്ന് റെഡിയാക്കിയിട്ട് ഇത് ചെറിയ ചെറിയ ബോള് പോലെ എടുക്കണം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മുടെ എത്ര വലുപ്പത്തിലെ ബോളാണ് വേണ്ടി വെച്ചിട്ട് ആ വലുപ്പത്തിൽ നമ്മൾ ഉണ്ട പിടിക്കുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയതിന് ശേഷം ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒന്നിട്ട് എന്നിട്ട് ഇതുണ്ടല്ലോ നമ്മൾ ഈ പൊടിയൊക്കെ വാരി ഇതിൻ്റെ മേളിലൊക്കെ ഇട്ട് ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് ഉരുട്ടിയെടുക്കണം സംഭവം. ഇതെല്ലാം ഇതിലോട്ട് നമുക്കൊന്ന് പിടിപ്പിച്ചെടുക്കണം, അതാണ് നമ്മുടെ ആവശ്യം. ഇത് തന്നെ. നമുക്ക് അപ്പം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് മറ്റേ എന്താ പറയുന്നത്, നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള അണ്ടിപ്പരിപ്പോ കിസ്മിസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഈ സംഭവം മുഴുവൻ നമുക്ക് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്ത് നമുക്കിത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇത് ഒരു 2-3 ദിവസം വരെ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറിൽ ഇത് കേടുകൂടാതിരിക്കും. പിന്നെ അത് കൂടുതലിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നമുക്ക് ഇതിലോട്ട് മുഴുവൻ ഒന്ന് പിടിപ്പിച്ച്, അപ്പോൾ ഇത് കറുത്തതാണാലും വെളുത്താണാലും കുഴപ്പമില്ല, മറ്റേ എള്ള് കേട്ടോ, ഏത് എള്ള് വേണേലും നമുക്ക് ഇതിനകത്ത് റെഡിയാക്കി എടുക്കാം. ഇച്ചിരി നന്നായിട്ട് പ്രസ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്കിത് മുഴുവൻ ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്തായാലും കൊള്ളാം. നമ്മുടെ അവലും നമ്മുടെ എന്താ പറയുന്നത് ഏത്തപ്പഴവും നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴവും വെച്ചിട്ട് ഈ സംഭവം ഒന്ന് റെഡിയാക്കി നോക്കിക്കും. അടിപൊളി ടേസ്റ്റാണ്. പിള്ളേരൊക്കെ ഇത് ഉണ്ടാക്കി വെക്കുന്നതിന് മുമ്പ് തന്നെ കഴിച്ചു തീർക്കും. വളരെ ഹെൽത്തിയാണ്. പിള്ളേരുടെ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തുവിടാം. ഇത് ടിഫിൻ ബോക്സിൽ നമുക്ക് കൊടുത്തുവിടാൻ പറ്റും. മറ്റേ ഈ സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്നൊരു അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കിക്കും. അവര് വെള്ളയാണേലും കൊള്ളാം, ചുവപ്പാണേലും കൊള്ളാം, ഏതാണേലും ടേസ്റ്റ് പക്കയായിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. ഇനി ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും അഭിപ്രായമൊക്കെ ഒന്ന് പറയുക. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുമൊക്കെ ചേർക്കാം. അപ്പോൾ ചെയ്യുക എല്ലാവരും. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്ത് ആ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അഭിപ്രായവും നിർദ്ദേശവും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻ്റ് ആക്കി ഇടുക. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അപ്പം വ്യത്യസ്തമായ നല്ല സൂപ്പർ റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും
ബൈ ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.